അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് നേരെ ബാംഗ്ലൂർക്ക് പോവുകയാണ്. വണ്ടി കൊച്ചി കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇത്രയും ലോങ് പോകുന്നതുകൊണ്ട് നമ്മൾ ചെയിൻ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി കൊച്ചിൻ TVSലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി 2 ദിവസം എടുത്തിട്ട് പോകാനാണ് പ്ലാൻ. കാരണം ഒറ്റ ദിവസം കൊണ്ട് പോയാൽ ഭയങ്കര ടയർഡ്നെസ്സും, പിന്നെ ഇവിടെ ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമുക്ക് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടും 2 ദിവസം കൊണ്ടെടുത്ത് പോകാനാണ് പ്ലാൻ. നോക്കാം. ഇപ്പം എടപ്പള്ളി കഴിഞ്ഞു, പാലക്കാട് കയറി പോകാനാണ് ഇപ്പോൾ പ്ലാൻ വെച്ചിരിക്കുന്നത്. കാരണം അതേ ഉള്ളൂ കുറച്ചുകൂടെ സേഫ് റൂട്ട്, പെട്ടെന്ന് എത്താനും പിന്നെ ഈ മഴയുടെ ബുദ്ധിമുട്ടില്ലാത്തത്. ആലുവ എത്താറായപ്പോഴത്തേനും അത്യാവശ്യം ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട്. സമയം 2:30 കഴിഞ്ഞു. പക്ഷെ ഈ സമയത്ത് ഇത്രയും ബ്ലോക്ക് കുഴപ്പമില്ല. എന്നാലും ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. ആലുവ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതോടെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഉച്ചയ്ക്കൊക്കെ തിരക്കെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടെല്ലാം നിന്ന് കൊള്ളേണ്ടി വരും. ആക്ച്വലി നല്ലൊരു റോഡാണ്. ഏകദേശം നമ്മുടെ തൃശ്ശൂർ സൈഡിൽ നിന്ന് തൃശ്ശൂർ പാലക്കാട് ആ പോകുന്ന വഴി അത്യാവശ്യം നല്ല റോഡാണ്. വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം കണ്ടീഷനായിട്ടുള്ള റോഡാണ്. ഇപ്പോൾ ഹൈവേ ആയാലും അതിൻ്റെ ഇപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ കെട്ടിയടച്ച് പെട്ടെന്നൊന്നും ആൾക്കാർ ചാടാത്ത രീതിയിൽ ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈവേ ഞാൻ കണ്ടത് ഈ റൂട്ടിലാണ്. അത്യാവശ്യം കേരളത്തിലെ ഒരു ലെവൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല റോഡാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പോയിട്ടുള്ളത് വെച്ച്. പിന്നെ തിരുവനന്തപുരത്ത് പുതിയതായിട്ട് പണിയുന്ന ഹൈവേ അത്യാവശ്യം കണ്ടത് വെച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ അതും അത്യാവശ്യം നല്ല റോഡാണെന്നാണ് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ഫീൽ ചെയ്തത്. ഇത് അത്യാവശ്യം വെളുപ്പിനൊക്കെ പോകാൻ നല്ല റൂട്ടാട്ടോ. വെളുപ്പിന് അത്യാവശ്യം വലിയ തിരക്കില്ലാതെ നേരം ഏർലി മോർണിംഗിൽ നമുക്കൊരു റൈഡൊക്കെ പോകാൻ അത്യാവശ്യം നല്ല റൂട്ടാണിത്. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സുസുക്കിയുടെ Wisdom 650 ആണ്. വണ്ടി കിടിലൻ വണ്ടിയാണ്. അത്യാവശ്യം ഒരു അഡ്വഞ്ചർ ടൂറിങ്ങിന് പറ്റിയ അടിപൊളി വണ്ടിയാണ്. കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഒരു ടോളിൻ്റെ അവിടെ നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. എന്ത് രസമെന്നറിയാമോ? ആക്ച്വലി കുതിരാൻ കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ വരുന്നവരെ അത്യാവശ്യം ചാറ്റമഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗോപുരം ഒന്നും ഓണാക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് പിന്നെ ഓണാക്കിയത്. പക്ഷെ നല്ല വ്യൂ ആണ്. ഇടയ്ക്ക് കുറേയൊക്കെ ആ കുതിരാൻ്റെ അവിടേക്ക് അത്യാവശ്യം കുതിരാമലയൊക്കെ കോടയിൽ പൊതിഞ്ഞിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ചാറ്റമഴ ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. വാളയാർ എത്തിയിട്ടുണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇവിടെ അടുത്ത് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് കാണും.
അങ്ങനെ അത് കഴിയുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക്. ഇവിടെ പക്ഷേ കുറേ വണ്ടികൾ തമിഴ്നാട് രജിസ്ട്രേഷനാണ്, ബോർഡർ ആയതുകൊണ്ടായിരിക്കണം. ആ മലകളിൽ ആ മേഘം മൂടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ട്. അത് അങ്ങും ഇങ്ങി ഒരു പല ഇങ്ങനെ മലകളിലേക്ക് മുകളിലിങ്ങനെ അതിങ്ങനെ തൊട്ട് തലോടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ആക്ച്വലി കോയമ്പത്തൂരോട്ടുള്ള വഴി എന്തോ ആണ്. ഇന്ന് ഡയറക്റ്റ് ബാംഗ്ലൂർക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ കാണും സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. നോക്കാം. ഇവിടെ കുറേ സ്റ്റേയും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓയോ എടുക്കാനൊരു കൺഫ്യൂഷൻ, കാരണം ചില ഓയിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരത് എഗ്രി ചെയ്യത്തില്ല, അവിടെ അലോട്ട്മെൻ്റ് ഇല്ല എന്നൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ട്. പലതിലും റിവ്യൂ കണ്ടു. ആ ഒരു വിശ്വാസക്കുറവിലാണ് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത്.